ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ എണീറ്റ് നമ്മൾ പറശ്ശിനി മുത്തപ്പൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾക്ക് ഒരു KSRTC ബസ് കിട്ടി. അപ്പോൾ അതിലാണ് ഇന്നത്തെ മുത്തപ്പൻ്റെ അടുത്തേക്കുള്ള യാത്ര. അപ്പോൾ അതിരാവിലെയാണ് നമ്മൾ പോകുന്നത്. അപ്പം അതിരാവിലത്തെ യാത്ര നല്ല സുഖമുള്ളൊരു യാത്ര തന്നെയായിരുന്നു. നല്ല തണുത്ത കാറ്റും പിന്നെ അധികം ട്രാഫിക്കൊന്നുമില്ല. അപ്പം ഇതാണ് വളപട്ടണം പാലം. അപ്പോൾ ഇത് ഒരു വലിയൊരു പാലമാണ്. ഇതാണ് വളപട്ടണം പുഴ. ഇവിടെ കുറേ കണ്ടൽ കാടുകളൊക്കെയുണ്ട്. അങ്ങനെ ബസ് ഇറങ്ങി മുത്തപ്പൻ്റെ അടുത്തേക്ക് പോവുകയാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. അങ്ങനെ മുത്തപ്പൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തി. അങ്ങനെ ഉള്ളിൽ കയറി മുത്തപ്പനെ കണ്ട് തൊഴുതു. മുത്തപ്പനെ കണ്ട് തൊഴുതതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി. അതിനുശേഷം പിന്നെ നേരെ പോകുന്നത് നമ്മുടെ പ്രസാദം വാങ്ങാനാണ്. അപ്പോൾ അവിടെ ചായയും പിന്നെ അതുപോലെ തന്നെ വൻപയർ അല്ലെങ്കിൽ കടലയാണ് പ്രസാദമായി കിട്ടുന്നത്. കൂടെ തേങ്ങാക്കൊത്തും ഉണ്ടാകും. അപ്പോൾ ഞാൻ ചായ എടുത്തു. പിന്നെ പ്രസാദം കയ്യിൽ കിട്ടി, കടലയും തേങ്ങാക്കൊത്തും. അങ്ങനെ മുത്തപ്പനൊക്കെ കണ്ട് നന്നായി തൊഴുതതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി. അങ്ങനെ അവിടെ നടന്ന് നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി. അപ്പോൾ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ ഒരു നായ്ക്കുട്ടനെ കണ്ടു. അങ്ങനെ അതിൻ്റെ കളിയൊക്കെ നോക്കി കുറേ നേരം ബസ് വരുന്നത് വരെ അവിടെ നിന്നു. തിരിച്ചു വരുമ്പോഴും നമുക്ക് KSRTC ബസ് തന്നെയായിരുന്നു കിട്ടിയത്. അങ്ങനെ ബസ്സിൽ കയറി ഇരുന്നു. നമ്മൾ രാവിലെ പോയത് കൊണ്ട് തന്നെ മുത്തപ്പൻ്റെ അടുത്തുനിന്ന് ചോറ് തിന്നാനൊന്നും നിന്നില്ല. കാരണം ഒരു ഉച്ച 12:15 ആ ടൈം ആകുമ്പോഴാണ് ഇവിടെ അന്നദാനം ഉണ്ടാവുക. നമ്മൾ നേരത്തെ രാവിലെ തന്നെ പോയതുകൊണ്ട് വേഗം തന്നെ മടങ്ങി. റിട്ടേൺ വളപട്ടണം പാലത്തിലേക്ക് വീണ്ടും കയറി. അപ്പോൾ രാവിലെ നമ്മൾ പോകുമ്പോൾ ഒരു മൂടിക്കെട്ടൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പോൾ സൂര്യനൊക്കെ ഉദിച്ചു വന്നു. നല്ല ഭംഗിയുണ്ട് പുഴ കാണാൻ തന്നെ വേണ്ടി. അങ്ങനെ പുഴയൊക്കെ നോക്കി ആസ്വദിച്ചിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു കടവ് കണ്ടത്. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഇട്ടിരുന്നു ഈ കടവിലാണ് നമ്മൾ പറശ്ശിനിയിൽ നിന്നും ബോട്ട് കയറി ഇറങ്ങുന്നത്. അങ്ങനെ നമ്മൾ KSRTC ബസ്സിൽ യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മൾ കണ്ണൂരെത്തിയതിന് ശേഷം നമ്മൾ റെയിൽവേ മുത്തപ്പനടുത്തേക്കാണ് പോയത്. അങ്ങനെ ഒരു ദിവസം തന്നെ പറശ്ശിനിക്കടവ് മുത്തപ്പനെയും റെയിൽവേ മുത്തപ്പനെയും നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. പിന്നെ മുത്തപ്പൻ്റെ സന്തത സഹചാരിയായ നായ അതിവിടെയുമുണ്ട്. അപ്പോൾ ഞാൻ അതിനെയൊക്കെ നോക്കി കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ റെയിൽവേ മുത്തപ്പൻ. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ, ട്രെയിനും ട്രാക്കും ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ എല്ലാ വെള്ളിയാഴ്ചകളിലും അന്നദാനമുണ്ട്. അപ്പം അവിടുത്തെ ഗുളികൻ തറ. പിന്നെ ഇവിടെ ആൽമരമുണ്ട്. അങ്ങ് ദൂരെ നിങ്ങൾക്ക് ട്രെയിൻ നിർത്തിയിട്ടിട്ട് കാണാം. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ മുത്തപ്പൻ. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒരു ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ജിഗർദണ്ഡയിൽ വന്ന് നല്ല ഒരു സ്പെഷ്യൽ ജിഗർദണ്ഡ കുടിച്ചു. ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയത് കണ്ണൂർ കാർത്തികയിലാണ്. അപ്പോൾ പുളിങ്കറിയുണ്ട്, ക്യാരറ്റ് വറവുണ്ട്, കൂട്ടുകറിയുണ്ട്, ചമ്മന്തിയുണ്ട്. പിന്നെ നമ്മൾ സ്പെഷ്യലായി ഓർഡർ ചെയ്ത ചെമ്മീൻ റോസ്റ്റും അതുപോലെ തന്നെ ഇളമ്പക്ക വറവുമാണ്. പിന്നെ കറികളായിട്ട് സാമ്പാറും മീൻ കറിയുമുണ്ട്. നല്ല ടേസ്റ്റ് ചോറും കറിയാണ്. ഇവിടുത്തെ ചോറും കറി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ മോരുണ്ടായിരുന്നു. പിന്നെ ഒരു ഗോതമ്പ് പായസവും കിട്ടിയിരുന്നു. അപ്പം നല്ല സൂപ്പർ ഫുഡായിരുന്നു. അപ്പോൾ കൂട്ടുകറിയും ചെമ്മീൻ റോസ്റ്റും ഇളമ്പക്ക വറവും ചമ്മന്തിയും പുളിങ്കറിയും എല്ലാം കൂട്ടി ചോറ് ചെയ്യുന്നു. അങ്ങനെ തിന്നതിന് ശേഷം നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ബസ് കയറി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.